മഞ്ജു വാര്യർ, ദുൽഖർ, ഫഹദ നസ്രിയ ഇവരെയൊക്കെ ബാൻഡ് അംബാസിഡർമാരാക്കി 5 കസിൻസ് ആരംഭിച്ച ഒരു ബിസിനസ് സ്റ്റോറി. ഒന്നിൽ പിഴച്ചാൽ 3 എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഒന്നിന് പിറകെ വന്ന 3ഉം സക്സസ് ആക്കി മാറ്റിയ ഈ കസിൻസിന്റെ കഥയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ഇവരുടെ ആഗ്രഹം പാലും ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ചേർത്ത് ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ടാക്കുക, അതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഇവരുടെ ലക്ഷ്യത്തിന് 1990-ൽ പെരുമ്പാവൂരിൽ ഇവർ ആരംഭം കുറിച്ചു. അങ്ങനെ 2003-ല് മഞ്ജു വാര്യരെ ബ്രാൻഡ് അംബാസിഡറാക്കി മെറി ബോയ് എന്നൊരു ബ്രാൻഡ് ഇവർ പുറത്തിറക്കി. എന്നാൽ കുറച്ച് നാളുകൾക്ക് ശേഷം മെറി ബോയ് ഇവർക്ക് നിർത്തേണ്ടി വന്നു. എങ്കിലും ഇവർ പിറകോട്ട് മാറാൻ തയ്യാറല്ലായിരുന്നു. ഈ 5 കസിൻസിൽ ഒരാളായ ജോസഫ് മേഴ്സ്ലി തൻ്റെ സ്വന്തം ബ്രാൻഡായ മേഴ്സ്ലി പുറത്തിറക്കി. എന്നാൽ ഈ 4 കസിൻസ് അപ്പോഴും തങ്ങളുടെ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോയി. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ മെറി ക്രീം എന്നൊരു ഐസ്ക്രീം പുറത്തിറങ്ങി. പക്ഷേ മെറി ബോയുമായി സാമ്യമുണ്ട് എന്ന പേരിൽ അവർക്ക് ആ ബ്രാൻഡ് നിർത്തേണ്ടി വന്നു. എങ്കിലും അവരവരുടെ ലക്ഷ്യം ഉപേക്ഷിച്ചില്ല. അവർ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഫഹദിനെയും നസ്രിയയെയും ബാൻഡ് അംബാസിഡർമാരാക്കി ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് എന്ന പേരിൽ ക്യാമറി എന്ന ബ്രാൻഡ് പുറത്തിറക്കി. അത് വൻ സക്സസ് ആക്കി മാറ്റി. യെസ്, ഈ സ്റ്റോറി നമുക്ക് നൽകുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. നെവർ ഗീവ് അപ്പ്. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒന്നും കാര്യങ്ങൾ നടക്കാതെ വരും. എങ്കിലും ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോവുക. ഒരു വാതിൽ നിങ്ങൾക്കായി തുറക്കും. കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് ഡേ മ്യൂസിക് ആണ്. കൂടെയുള്ളത് ലീജിയാണ്.